രണ്ട് ഹിന്ദി സിനിമകളുടെ ഇതുൾപ്പെടെ 3 സിനിമകളുടെ അന്യഭാഷാ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് കിൽ എന്ന സിനിമയുടേതാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 37 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. ഇപ്പോഴും സിനിമയ്ക്ക് കേരളത്തിൽ മികച്ചൊരു ഹോൾഡ് ഉണ്ട്. ഇന്നലെ ഇതേ സമയം 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 7 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നും 15 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 2 കോടിയിലേക്ക് അടുക്കുന്നു. ലക്ഷങ്ങൾ കൊടുത്ത് തിയേറ്ററുകളിൽ കേരളത്തിലേക്ക് എത്തിച്ച സിനിമ കേരളത്തിൽ വലിയ വിജയം നേടിയെടുത്തിരിക്കുകയാണ്. കൽക്കിക്ക് ശേഷം ഒരു അന്യഭാഷാ സിനിമയുടെ കേരള വിജയം സ്വന്തമാക്കുന്ന സിനിമ കൂടിയാണ് കില്ല്. നാളെ പുതിയ ബോളിവുഡ് സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നതോടെ സർഫറ എന്ന സിനിമ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്കും വാഷ് ഔട്ടിന്റെ വക്കിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ഇതുവരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 24 കോടിയോളം രൂപയാണ്. ഫൈനൽ ഗ്രോസ് 25-30 കോടി റേഞ്ചിൽ തന്നെയായിരിക്കും. 80 കോടി ബഡ്ജറ്റിൽ സൂര്യ നിർമ്മാണ പങ്കാളിയിൽ ഭാഗമായ തിയേറ്ററുകളിൽ ആദ്യ ദിവസം നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ അക്ഷയ് കുമാർ ചിത്രം അങ്ങനെ തിയേറ്ററുകളിലെ വൻ ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. സുധാ കോങ്കർ തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്തത്. അവസാനത്തേത് കൽക്കിയുടെ റിപ്പോർട്ടാണ്. കൽക്കിയുടെ പ്രതിദിന കളക്ഷൻ നിലവിൽ ഇപ്പോഴും 10 കോടിയോളം രൂപയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 980 കോടിയിലേക്ക് എത്തുന്നതാണ്. 1000 കോടി നേരത്തെ ഈ വീക്കെൻഡോടെ എത്തപ്പെടുമെന്ന് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. അത് ഉറപ്പിക്കുന്ന കളക്ഷനാണ് നിലവിൽ സിനിമയ്ക്ക്. ഇന്നലെ ഇതേ സമയം 14 ലക്ഷത്തിന് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് 10 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ത്യൻ 2 എന്ന സിനിമയെക്കാളും മികച്ചൊരു ഹോൾഡ് ഇപ്പോൾ സിനിമയ്ക്ക് കേരളത്തിലുണ്ട്. കൽക്കി ഒരു മാസം തിയേറ്ററുകളിൽ പിന്നിടാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 29 കോടി, തമിഴ്നാട്ടിൽ നിന്ന് 41 കോടി എന്നിങ്ങനെ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ സിനിമയുടെ ആകെ തമിഴ്നാട് കേരള കളക്ഷൻ 70 കോടി കടന്നിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററും ഈ വീക്കെൻഡോടെ പ്രതീക്ഷിക്കുന്നു. 1100 കോടി രൂപയുടെ പോസ്റ്ററാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം ആ ഒഫീഷ്യൽ കളക്ഷനും അറിയാനായിട്ട്, ഒപ്പം ട്രാക്കേഴ്സ് ഫിഗേഴ്സും അറിയാനായിട്ട്.